മൈഗ്രെയിനിന് ഒരു പ്രോപ്പർ ചികിത്സയില്ല. തലവേദന വന്നാൽ പെയിൻ കില്ലർ എടുക്കാതെ മാറില്ല. ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ആദ്യം മാസത്തിൽ 1-2 തവണ മാത്രമാവും ഉപയോഗിക്കുന്നുണ്ടാവുക. എന്നാൽ പിന്നീട് ഇങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഇല്ലാതെ പറ്റില്ല എന്ന സ്റ്റേജിലേക്ക് അവരെത്താം. പെയിൻ മെഡിക്കേഷൻസ് വേദന തൽക്കാലം മാസ്ക് ചെയ്യും. സോ ആ ടൈമിൽ അധികം ഫീൽ ചെയ്യില്ല. എന്നാൽ ഇതിന്റെ ഇഫക്റ്റ് കുറയുമ്പോൾ എഗെയിൻ പെയിൻ ഉണ്ടാവും. പിന്നീട് ഇത്തരം മെഡിസിൻസിനോട് റെസിസ്റ്റന്റ് ആയ ശക്തിയേറിയ തലവേദനയാവും വരിക. ഇതിനെ മെഡിക്കേഷൻ ഓവർയൂസ് ഹെഡേക്ക് എന്ന് പറയും. ഇങ്ങനെയുള്ളവരിൽ ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് നടത്തുമ്പോൾ കണ്ടിന്യൂസ് ആയി പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നതിന് ശേഷം ഇത്തരം തലവേദന കൂടുതലായി വരുന്നുവെന്ന് കണ്ടെത്താൻ സാധിക്കാറുണ്ട്. യൂഷ്വലി അവർ കഴിക്കുന്ന മെഡിസിൻസ് കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അവര് പിന്നെയും പെയിൻ കില്ലർ കഴിക്കും. ചിലപ്പോൾ അതുകൊണ്ട് മാറില്ല. സോ ഡോസേജ് കൂട്ടും. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത് മൈഗ്രെയിനിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. ശരിയായ ഡയഗ്നോസിസിലൂടെ കൃത്യമായ ചികിത്സയാണ് ഇവിടെ ആവശ്യം. ഓരോ ആളുകളിലും മൈഗ്രെയിൻ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ പേഴ്സണലൈസ്ഡ് ആയ ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിലൂടെ മൈഗ്രെയിൻ പരിഹരിക്കാൻ സാധിക്കും.